ബംഗാളിൽ മമതാ സർക്കാരുമായി ഭിന്നതയില്ലെന്ന് പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി.വി. ആനന്ദബോസ്. മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ കാണുന്നത് ജ്യേഷ്ഠ സഹോദരനായാണ്. RSS സാമൂഹ്യ സംഘടനയാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി.വി. ആനന്ദബോസ് പറഞ്ഞു. പ്രത്യേക അതിഥിയായി അദ്ദേഹം 24 സ്റ്റുഡിയോയിൽ എത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ല എന്ന മുൻ നിലപാടിൽ മാറ്റമില്ല എന്നും സി.വി. ആനന്ദബോസ് വിശദീകരിക്കുന്നുണ്ട്. ബംഗാൾ ഗവർണറുമായി പ്രത്യേക അഭിമുഖം നടത്തിയത് 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായരാണ്. ബംഗാളിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം അത് അക്രമം, അഴിമതി. അത് രണ്ടുമുണ്ട്. ഈ അക്രമം അഴിമതിയും അടുത്ത കാലത്തൊന്നും തുടങ്ങിയതല്ല. വിശേഷ അക്രമം ഇത് കൂടുതലും തെരഞ്ഞെടുപ്പിനായിട്ട് ഉപയോഗിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ അക്രമം ഇത്രയധികം ഉള്ള സ്ഥലമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആക്റ്റീവ് ഗവർണർ, പാസീവ് ഗവർണർ, രണ്ട് സങ്കല്പങ്ങളുണ്ട്. ഞാൻ ആക്റ്റീവ് ഗവർണറിൻ്റെ ഗ്രൂപ്പിലാണ്. വ്യക്തിപരമായ നല്ല ബന്ധമാണ്. മമത തന്നെ പലപ്പോഴും എൻ്റെ അടുത്ത് എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലാണെന്ന് എന്ന് പറയാറുണ്ട്. ഞാനും അവരെ അതുപോലെ തന്നെയാണ് കണക്കാക്കുന്നത്. ഈ മമതാ ബാനർജിയെ ഞാൻ കാണുന്നത് 3 തലത്തിലാണ്. ഒന്ന്, വ്യക്തി എന്ന നിലയിൽ വളരെ നല്ല ബന്ധമാണ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ ഔപചാരികമായ ഒരു ബന്ധമാണ്. രാഷ്ട്രീയക്കാരി എന്ന നിലയിൽ എനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കൂടുതൽ വിവരങ്ങളുമായി എസ് വിജയകുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. വിജയകുമാർ, വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം നിലപാട് വ്യക്തമാക്കുന്നു, മനസ്സ് തുറക്കുന്നു. നേരത്തെ ബംഗാൾ സർക്കാരുമായുണ്ടായിരുന്ന പോര്, അതിൻ്റെ സാഹചര്യം, അതൊക്കെ അദ്ദേഹം വളരെ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിൽ മുഖ്യമന്ത്രിക്കാണ് പ്രാധാന്യം എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. എന്തൊക്കെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്? ഏതൊക്കെ പോയിന്റുകളിലാണ് അദ്ദേഹം തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നത്? എസ് വിജയകുമാർ. റിജിത്ത്, ഗവർണർ സി.വി. ആനന്ദബോസ് നമ്മളുടെ സ്റ്റുഡിയോയിൽ എത്തുകയും അദ്ദേഹം നമ്മളോട് സംസാരിക്കുകയും ചെയ്തതിൻ്റെ ഒരുപക്ഷെ അതിൻ്റെ കാതൽ എന്ന് എനിക്ക് തോന്നുന്നത്, സർക്കാരും ഗവർണറും തമ്മിൽ പല സംസ്ഥാനങ്ങളിലും ഏറ്റുമുട്ടൽ നടക്കുന്ന പശ്ചാത്തലത്തിൽ എന്തായിരിക്കും ഒരു ഗവർണറുടെ റോൾ, എങ്ങനെയാണ് സംസ്ഥാന സർക്കാരും ആ ഗവർണറും തമ്മിലുള്ള ദൈനംദിന ഭരണ നിർവഹണത്തിലെ അവർ തമ്മിലുള്ള എൻഗേജ്മെൻറ്റ് അത് എങ്ങനെയായിരിക്കണം എന്നതിൽ സി.വി. ആനന്ദബോസ് അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ കൃത്യമായി വിശദീകരിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് തന്നെയാണ് പ്രാധാന്യം, ആ സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്ക് തന്നെയാണ് പ്രാധാന്യം. അതിൽ കടന്നു കയറിയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലിന് ഗവർണർക്ക് ഒരു സ്പേസ് ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ബംഗാളിൽ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ നിരന്തരമായി ഏറ്റുമുട്ടൽ നടക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉള്ളപ്പോഴാണ്, അല്ലെങ്കിൽ കേരളത്തിൽ ഗവർണറും സർക്കാരും തമ്മിൽ നേരത്തെ വലിയ ഏറ്റുമുട്ടൽ നടന്ന ഒരു പശ്ചാത്തലം, അതിൻ്റെയൊക്കെ ചുവട് പിടിച്ചായിരുന്നു ആ വിഷയം ഗവർണറുടെ സി.വി. ആനന്ദബോസിൻ്റെ ശ്രദ്ധയിലേക്ക് നമ്മൾ കൊണ്ടുവന്നത്. അതിൽ അദ്ദേഹം കൃത്യമായ മറുപടി പറഞ്ഞു. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് തന്നെയാണ് അധികാരം, ആ സർക്കാരിന് തന്നെയാണ് പ്രാധാന്യം, ആ മുഖ്യമന്ത്രിയാണ് ആ സംസ്ഥാന സർക്കാരിൻ്റെ മുഖമായി നിൽക്കേണ്ടത്, അതിൽ ഗവർണറുടെ റോള് അതിന് താഴെയാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു. 1. 2, ഈ യൂണിവേഴ്സിറ്റി നിയമനവുമായി ബന്ധപ്പെട്ട്, വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളിൽ അതിൽ ചാൻസലർ എന്ന നിലയിൽ ഗവർണറുടെ ഇടപെടലിന് വലിയ അധികാരമുണ്ട്. അത് ബംഗാളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സർക്കാർ തന്ന ലിസ്റ്റിൽ നിന്നല്ല പൂർണ്ണമായും ചാൻസലർമാരുടെ നിയമനം നടത്തിയിട്ടുള്ളത്. അതിൽ അഴിമതിക്കാരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, ചാൻസലർ പദവിയിലേക്ക് വരാൻ യോഗ്യതയില്ലാത്തവരുണ്ട്, അവരുടെ പേര് വെട്ടിയിട്ടുണ്ട്. അത് ചാൻസലർ എന്ന ഭരണഘടനാപരമായ അധികാരം ഉപയോഗിച്ച്, അല്ലെങ്കിൽ ചാൻസലർ എന്ന അധികാരം ഉപയോഗിക്കാൻ പറ്റുന്നതിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് അത്തരം ഇടപെടൽ നടത്തിയത് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. മമതാ സർക്കാരുമായി നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല ബന്ധമാണ് സർക്കാരുമായിട്ടുള്ളത്. പക്ഷേ അവിടെ ക്രമസമാധാന പ്രശ്നങ്ങളുണ്ട്. ഒരു ആക്റ്റീവ് ഗവർണർ, ഒരു ഇറങ്ങി പ്രവർത്തിക്കേണ്ട ഗവർണർ എന്ന നിലയിൽ തനിക്ക് അവിടെ ജോലി ചെയ്യാൻ അവസരം അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടായി. പല സ്ഥലത്തേക്കും പ്രശ്നബാധിത മേഖലകളിലേക്ക് നേരിട്ട് പോയിട്ടുണ്ട്. അവിടുത്തെ പോലീസിനെ പറ്റി സി.വി. ആനന്ദബോസ് വിശേഷിപ്പിച്ചത്, അതിലെ പോലീസിൽ ഒരു വിഭാഗം അഴിമതിക്കാരാണ്, മറ്റൊരു വിഭാഗം ക്രിമിനലുകളാണ്, മറ്റൊരു വിഭാഗം പോലീസുകാർ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടവരാണ്. അപ്പോൾ ഈ 3 വിഭാഗം പോലീസുകാർ അവിടെയുണ്ട്. അവരെ ക്രമസമാധാന പ്രശ്നമുള്ള മേഖലകളിൽ അവർ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി അത് നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അത്തരം സ്ഥലങ്ങളിലേക്ക് നേരിട്ട് പോയി ജനങ്ങളുടെ ഫീഡ്ബാക്ക് സ്വീകരിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാജ്ഭവൻ എന്ന നിലയിൽ, ഒരു ജനരാജ്ഭവൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അതാണ് ബംഗാളിലെ രാജ്ഭവൻ. അത് ജനങ്ങൾക്ക് പ്രവേശനമുള്ളതാണ്. ജനങ്ങൾക്ക് നേരിട്ട് വന്ന് അവരുടെ പ്രശ്നങ്ങൾ പറയാം, അവിടെ നേരിട്ട് പോയി അത് കേൾക്കുകയും അതിന് പരിഹാരം കാണുകയും ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ഒരു ഗവർണർ എന്ന നിലയിൽ ആ അധികാരം ഉപയോഗിച്ചിട്ടുണ്ട്. ബംഗാളിൽ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബംഗാളിലെ ഗവൺമെൻറ്, അവിടുത്തെ രീതി, അവിടെ കുറച്ച്
വയലൻസ്, അക്രമ സംഭവങ്ങൾ നിരന്തരം ആവർത്തിക്കപ്പെടുന്ന ഒരു സ്റ്റേറ്റ് ആണ്. ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല, അതിൻ്റെ ഒരു പശ്ചാത്തലം, അതിൻ്റെ ചരിത്രം കൂടി ഉണ്ടെന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. ഗവർണർഷിപ്പിന് ശേഷം എങ്ങനെയാണ് CV ആനന്ദബോസിനെ നമ്മൾ കാണേണ്ടതെന്ന ചോദ്യത്തിന് ഞാനൊരു ഇലക്ഷൻ മെറ്റീരിയൽ അല്ല എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. പണ്ടും അത്തരമൊരു അവസരം ഉണ്ടായിട്ടുണ്ട്, ആ സമയത്തും എടുത്ത നിലപാട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ല എന്നതാണ്. അതിൽ നിലവിൽ മാറ്റമൊന്നുമില്ല. മറ്റു പദവികൾ തേടിയെത്തിയതാണ്, ഇനിയും അതിന്റെ വഴിക്ക് വിടുകയാണ്, വരട്ടെ നോക്കാമെന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. കേരളത്തിലേക്ക് തന്നെ തിരികെ വരും, പക്ഷേ സജീവ രാഷ്ട്രീയക്കാരനായി കാണുമോ എന്നതിന് കൃത്യമായ ഒരു മറുപടി CV ആനന്ദബോസ് പറഞ്ഞില്ല. പക്ഷേ ഐ ആം നോട്ട് ആൻ ഇലക്ഷൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞ് ഒഴിവാവുകയാണ് ചെയ്തത്. RSSനെ പറ്റി അദ്ദേഹം നടത്തിയ പ്രസ്താവന അതൊരു സാമൂഹ്യ സംഘടനയാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതിലൊരു മാറ്റവുമില്ല, അത് അങ്ങനെ തന്നെയാണ്. അത് അനുഭവങ്ങളിൽ നിന്നും അറിവിൽ നിന്നും ആണ് അത്തരമൊരു നിലപാടിലേക്ക് താൻ എത്തിയത്. അതിൽ മാറ്റമൊന്നുമില്ല. കുംഭമേളയെ പറ്റി മമതാ ബാനർജി നടത്തിയ വിവാദ പരാമർശത്തെ പൂർണ്ണമായും തള്ളുകയാണ് CV ആനന്ദബോസ് ചെയ്തത്. അങ്ങനെ സമീപകാല ബംഗാൾ രാഷ്ട്രീയത്തെ പറ്റിയും ഇന്ത്യൻ രാഷ്ട്രീയത്തെ പറ്റിയും വളരെ വിശദമായി തന്നെ CV ആനന്ദബോസ് ഈ സംഭാഷണത്തിൽ സംസാരിക്കുകയുണ്ടായി. റിജിത്ത്. ശരി, എസ് വിജയകുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ബംഗാൾ സർക്കാരുമായുള്ള ബന്ധം, ആ ബന്ധം വഷളായ സാഹചര്യം, മമതാ ബാനർജിയോടുള്ള നിലപാട്, അവരോടുള്ള വ്യക്തിബന്ധം, അതുപോലെ ഈ ഏറ്റവും ഒടുവിലുള്ള കുംഭമേള വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, RSSനോടുള്ള സമീപനം, ഈ ഗവർണർ പദവിക്ക് ശേഷം തുടർന്ന് തൻ്റെ യാത്ര എങ്ങനെയായിരിക്കുമെന്ന കാര്യമൊക്കെ വളരെ വിശദമായി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എസ് വിജയകുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.